എന്നാ മക്കൾ വരെ പോവ്. ഇനി എന്നെ വിളിക്കരുത്, അടുക്കള ഒരുപാട് പണിയുണ്ട്. വിഷ്ണു എന്തിയേ? കണ്ടില്ല വല്യമ്മച്ചി. ഹലോ സാറേ, എനിക്കൊരു മെയിൽ വന്നായിരുന്നു, ഇനി അപ്ഡേറ്റ് വരുന്ന വർക്ക് കാണത്തില്ലെന്ന്. ഹെഡ് ഓഫീസിൽ നിന്ന് എനിക്ക് അതിനെ പറ്റി അറിയത്തില്ല. സാർ എന്ത് സാർ ഇങ്ങനെ പറയുന്നേ? ഞാൻ നോക്കട്ടെ, ഇപ്പൊ കുറച്ച് തിരക്കില്ല. നീ എന്തോടെ ഇവിടെ വന്നിരിക്കുന്നേ? എന്തു പറ്റി? ഓഫീസിൽ നിന്ന് വിളിച്ചായിരുന്നു, നീ വിളിച്ചിട്ട് എന്നാ മതിയെന്ന്. സാരമല്ല, പോട്ട്, അതൊക്കെ തന്നെ ശരിയാവും. ഓണാന്ന് പറഞ്ഞുള്ള പണിയെല്ലാം ചെയ്യിപ്പിച്ച് ബോണസ് വെച്ചവൻ പറയാ ട്രെയിനിങ് പീരീഡ് അല്ലയോ എന്ന്. ഞാൻ അതും പ്രതീക്ഷിച്ചിരുന്നേ. ഇപ്പം പറയാ ജോലിക്കും ചെല്ലേണ്ടത്. വിഷ്ണു എടാ, ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ പിള്ളേരുടെ ചെല്ല്. കൊച്ചുങ്ങളെ വിളിച്ചോണ്ട് പാടാ, സദ്യ കഴിക്കാം. അമ്മ അവരെ വിളിച്ചോണ്ട് പോയി, ഞാൻ പിന്നെ ഒന്ന് കഴിക്കാം. ഓണായിട്ട് എല്ലാരും ഒരുമിച്ചിരുന്നല്ലേ കഴിക്കേണ്ടത്? ഓ എന്തോ ഓണം. ഇവിടെ ഓരോ കുടുംബങ്ങളിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതെന്ന് അറിയാമോ? അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊന്നും ഒന്നുമല്ല. ഇതൊക്കെ ശരിയാവും. നീ ബാ, പിള്ളേരെ ബാ, സദ്യ കഴിക്കാം. പൈസയോ? എടാ ബോണസ് അയച്ചിട്ടുണ്ട്. പിന്നെ മാനേജ്മെന്റിന് താല്പര്യമില്ലായിരുന്നു, ഞങ്ങൾ കുറച്ചേര് പറഞ്ഞിട്ടാ ക്ലിയർ ചെയ്ത്. പിന്നെ പെർമനന്റ് ആക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അടുത്ത മാസം മുതൽ കയറിക്കും. താങ്ക് യു സാറേ. അപ്പൊ ശരി, ഹാപ്പി ഓണം. ഹാപ്പി ഓണം.